ഹായ് ഓൾ. വളരെ കോംപ്ലെക്സ് ആൻഡ് സിവിയർ ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയ ഒരു സൈക്കോട്ടിക് ഡിസോർഡറാണ്. സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് വെച്ചാൽ നമുക്ക് റിയാലിറ്റിയുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് നഷ്ടപ്പെടുക. ആ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസോർഡറിനെയാണ് നമ്മൾ സൈക്കോട്ടിക് ഡിസോർഡർ അല്ലെങ്കിൽ സൈക്കോസിസ് എന്നൊക്കെ പറയുക. അപ്പോൾ റിയാലിറ്റിയുമായിട്ടുള്ള കോണ്ടാക്റ്റ് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാവാതെ പോവുക, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതിരിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ കാണുക, കേൾക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു സൈക്കോട്ടിക് ഡിസോർഡറിൽ നമുക്ക് കാണാൻ പറ്റുക. എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണോ, ഇതൊക്കെ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. നമ്മളെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, നമ്മളെ സംസാരത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്ര തന്നെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സ്കിസോഫ്രീനിയ. ഇതിനെ നമ്മൾ ചിത്തഭ്രമം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു മാനസിക വിഭ്രാന്തി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് എന്താണ് സ്കിസോഫ്രീനിയ, അതിനെന്തൊക്കെ സിംറ്റംസ് ആണുള്ളത്, എങ്ങനെയൊക്കെയാണ് പേഷ്യൻസ് ഇതിനെ നേരിടുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ പിക്ചർ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്കിസോഫ്രീനിയ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ വരേണ്ട രണ്ട് ടേംസാണ് ഹാലൂസിനേഷൻസും ഡെല്യൂഷൻസും. സൈക്കോട്ടിക് ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹാലൂസിനേഷനും ഡെല്യൂഷനും ഉണ്ടാവും. ഹാലൂസിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ കാണുക, ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുക, റിയൽ അല്ലാത്ത കാര്യങ്ങളെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡെല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോൾസ് ബിലീഫ്സിനെയാണ് ഡെല്യൂഷൻസ് എന്ന് പറയാം. ഓക്കെ, അത് നമ്മൾ എത്ര വിചാരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര എവിഡൻസ് ഉണ്ടെങ്കിലും സത്യം എന്താണെന്ന് തിരിച്ചറിയാതെ നമ്മൾ തെറ്റായ കുറേ ധാരണകൾ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് അത് വിശ്വസിച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കും. അങ്ങനെയാണ് ഡെല്യൂഷൻസ്. ഹാലൂസിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും സെൻസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഹാലൂസിനേഷൻസ് എന്ന് പറയുന്നത്. ഡെല്യൂഷൻസ് ആവുന്ന സമയത്ത് നമ്മളുടെ തെറ്റായ വിശ്വാസങ്ങളാണ്, അൺഷേക്കബിൾ ആയിട്ടുള്ള വിശ്വാസങ്ങളെയാണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള അത്തരം വിശ്വാസങ്ങളെ ഡെല്യൂഷൻസ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ചിലപ്പോൾ നമ്മൾ പറയും, എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെൻ്റെ ഫുഡിൽ വിഷം കലർത്തിയിട്ടുണ്ട്, ഈ രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ എന്താണ്? ഡെല്യൂഷൻസ് ആണ്, റിയൽ അല്ല. മറ്റുള്ളവർക്ക് അതൊന്നും അറിയാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിനുള്ളൊരു എവിഡൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. പക്ഷേ നമ്മളത് ചിന്തിച്ചു കൂട്ടി നമ്മളതിൽ വിശ്വസിക്കുന്നു. അതിനെ ഡെല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഹാലൂസിനേഷൻസും ഡെല്യൂഷൻസുമാണ് ഇതിൻ്റെ ഒരു മേജർ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സൈക്കോട്ടിക് ഡിസോർഡറാണ്, റിയാലിറ്റിയുമായിട്ടുള്ള ബന്ധം അവിടെ നഷ്ടപ്പെടുന്നു എന്ന് പറയാനുള്ളൊരു കാരണം. ദെൻ സ്കിസോഫ്രീനിയ, ആ ഒരു ടേം നോക്കുന്ന സമയത്ത് ഇത് ഗ്രീക്ക് വേർഡായിട്ടുള്ള സ്കീസോ ആൻഡ് ഫ്രീൻ, ഈ രണ്ട് ടേംസിൽ നിന്നാണ് സ്കിസോഫ്രീനിയ വന്നിട്ടുള്ളത്. സ്കീസോ എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് എന്നും ഫ്രീൻ എന്ന് വെച്ചാൽ മൈൻഡ് എന്നുമാണ് അർത്ഥം. അപ്പോൾ നമ്മളെ മൈൻഡിൽ പല കാര്യങ്ങളും സ്പ്ലിറ്റായി കിടക്കുന്നു, അല്ലെങ്കിൽ മൈൻഡിൽ ഈ തോട്ട്സ്, ഇമോഷൻസ്, ബിഹേവിയർ, ഇത്തരം കാര്യങ്ങളൊക്കെ തമ്മിലുള്ള ഒരു സ്പ്ലിറ്റ്, അത് കാരണം അവിടെ കുറച്ച് കൊഗ്നിറ്റീവ് ഡിസോർഗനൈസേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഫങ്ഷനിങ് ഒക്കെ ഇമ്പയർഡ് ആവുന്നു. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ഈ ഒരു മൈൻഡിൻ്റെ സ്പ്ലിറ്റ് കൊണ്ടാണ്. അല്ലെങ്കിൽ മൈൻഡിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു കണക്ഷനിലല്ലേ വർക്ക് ചെയ്യേണ്ടത്. നമ്മളെ തോട്ട്സിനനുസരിച്ച് അല്ലെങ്കിൽ അതിനനുസരിച്ചാവണം നമ്മളുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ അനുസരിച്ചാവണം നമ്മളുടെ ബിഹേവിയേഴ്സ്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇതൊക്കെ തമ്മിലുള്ള ഒരു സ്പ്ലിറ്റ് കാരണം, ഇതൊന്നും ഒരു കണക്ഷൻ ഇല്ലാതെ നടക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ ഓവറോൾ ഫങ്ഷനിങ്ങിൽ പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അതാണ് ആ ഒരു ടേം മെയിൻ ചെയ്യുന്നത്. സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് മൈൻഡ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഓൺസെറ്റ്, ഈ സ്കിസോഫ്രീനിയ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കണ്ടു തുടങ്ങുന്നത് കൗമാരപ്രായത്തിൻ്റെ അവസാന ഘട്ടത്തിലും, അതുപോലെ അതല്ലെങ്കിൽ യൗവനത്തിൻ്റെ തുടക്കത്തിലൊക്കെയാണ്. അഡൾട്ട്ഹുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തൊക്കെയാണ് സ്കിസോഫ്രീനിയ കൂടുതലായിട്ടും കാണപ്പെടുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്.
പിന്നെ ഇത് കുട്ടികളിലും ഉണ്ടാവാറുണ്ട് സ്കിസോഫ്രീനിയ. ചൈൽഡ്ഹുഡ് സ്കിസോഫ്രീനിയയും ഉണ്ട്, പക്ഷേ വളരെ റെയറാണ്. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡ് സ്കിസോഫ്രീനിയ എന്ന് പറയാം. പക്ഷേ അത് വളരെ റെയറായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിൽ മെയിലിനെയും ഫീമെയിലിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് പുരുഷന്മാർക്കാണ് സ്കിസോഫ്രീനിയ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു റീസൺ പറയുന്നത് പുരുഷന്മാരിൽ സ്ത്രീകളെക്കാളും സ്കിസോഫ്രീനിയ ഉണ്ടാവാനും അതുപോലെ അതിൻ്റെ ലക്ഷണങ്ങൾ വളരെ മാരകമായിട്ടുള്ള രീതിയിലാവാനുമുള്ള ഒരു റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഈസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോൺസാണ്. ആ ഒരു ഹോർമോൺസ് അവരെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നു എന്നാണ് പറയുന്നത്. മേ ബി നമുക്ക് സ്കിസോഫ്രീനിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ഒരു സ്ത്രീയിൽ ആ ഒരു ചാൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് വൈകി മാത്രമേ കാണുള്ളൂ. അല്ലെങ്കിൽ ഒരു മെയിലിനെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു സിംറ്റംസിൻ്റെ സിവിയറിറ്റി വളരെ കുറവായിരിക്കും. അതിനുള്ള ഒരു മെയിൻ റീസണാണ് അവരിലുണ്ടാവുന്ന ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും പോലെയുള്ള ഹോർമോൺസ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നു, അത്ര തന്നെ സിവിയർ ആവാതെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദെൻ നമ്മൾ രണ്ട് സിംറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെല്യൂഷൻസും ഹാലൂസിനേഷൻസും ഉണ്ടാവുമെന്ന്. അതുപോലെ തന്നെ അവിടെ ഈ ഒരു സ്കിസോഫ്രീനിയയുടെ മൊത്തത്തിലുള്ള സിംറ്റംസ് പറയുമ്പോൾ നമുക്ക് 3ആയിട്ട് അതിനെ തിരിക്കാം. പോസിറ്റീവ് സിംറ്റംസ്, നെഗറ്റീവ് സിംറ്റംസ്, ഡിസോർഗനൈസ്ഡ് സിംറ്റംസ്. അപ്പോൾ അതിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മോശം ലക്ഷണങ്ങൾ. പക്ഷേ അങ്ങനെയല്ല. പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് നമ്മളുടെ ഒരു നോർമൽ വ്യക്തിയെക്കാളും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. അതിനെയാണ് പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുക. അതായത് കുറച്ച് ലക്ഷണങ്ങൾ ആഡ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ നോർമലായിട്ടുള്ളൊരു വ്യക്തിക്കുള്ളതിനേക്കാളും കുറച്ച് കാര്യങ്ങൾ ഒരു വ്യക്തിയിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോഴാണ് അത് പോസിറ്റീവ് സിംറ്റം ആവുന്നത്. നേരെ മറിച്ച് നെഗറ്റീവ് സിംറ്റം ആവുകയെന്ന് വെച്ചാൽ നോർമലിൽ നിന്ന് കുറച്ച് ഡെഫിസിറ്റ്സ്, കുറച്ച് കാര്യങ്ങളിൽ കുറവുകൾ വരിക. അത് ചിലപ്പോൾ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തതാവാം. ഒരു നോർമൽ വ്യക്തി എങ്ങനെയാണ്, കരച്ചിൽ വന്നാൽ കരയും, പക്ഷേ അത് നെഗറ്റീവ് സിംറ്റം ആവുന്ന സമയത്ത് കരച്ചിൽ വന്നാലും അവർക്ക് കരയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ്, നോർമലിനേക്കാളും ഒരു വ്യക്തിക്കൊരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ എന്താണ്, കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നെഗറ്റീവ് സിംറ്റം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോസിറ്റീവ് സിംറ്റവും നെഗറ്റീവ് സിംറ്റവും തമ്മിൽ ഉള്ളൊരു വ്യത്യാസം അതാണ്. പോസിറ്റീവ് എന്ന് വെച്ചാൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന സിംറ്റംസാണ് ഡെല്യൂഷൻസും ഹാലൂസിനേഷൻസും. അപ്പോൾ ഡെല്യൂഷൻസ് എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ടുള്ള ബിലീഫ്സാണ്, സ്ട്രോങ് ഫോൾസ് ബിലീഫ്സിനെയാണ് ഡെല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹാലൂസിനേഷൻസ് ആവുന്ന സമയത്ത് ഇല്ലാത്ത കാര്യങ്ങൾ കാണാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാളിരുന്ന് സംസാരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു, പക്ഷേ മറ്റുള്ളവർക്കത് കാണാൻ പറ്റുന്നില്ല. എൻ്റെ അടുത്ത് ഒരാൾ വേറൊരാൾ എന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് എന്ന് എപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്കൊന്നും അത് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ്, അത് ഹാലൂസിനേഷൻസ് ആണ്. ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് ഹാലൂസിനേഷൻസ് എന്ന് പറയുന്നത്. അത് നേരെ മറിച്ച് ഡെല്യൂഷൻ ആണെങ്കിൽ വിശ്വാസങ്ങളാണ് ഉണ്ടാവുക. കാണുകയും കേൾക്കുകയൊന്നും ചെയ്യില്ല, പക്ഷേ അങ്ങനെ കാണാതെ തന്നെ ഒരു തെളിവും ഇല്ലാതെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ വിശ്വസിച്ച് വെക്കും. എൻ്റെ അടുത്ത വീട്ടിലുള്ള ആൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് രാത്രി എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതെൻ്റെ ഒരു ബിലീഫാണ്. അല്ലെങ്കിൽ അയാൾ എനിക്കെതിരെ കൂടോത്രം ചെയ്യുന്നുണ്ട്, അതെൻ്റെ ഒരു ബിലീഫാണ്. ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞിട്ട് എനിക്കൊരു അനുഭവം ഇല്ല, പക്ഷേ ഞാനത് വിശ്വസിച്ച് വെച്ചു. എന്തൊക്കെ എവിഡൻസ് കിട്ടിയാലും പിന്നെ ആ വിശ്വാസം ഞാൻ മാറ്റൂല. അയാൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചാൽ പിന്നെ അത് മനസ്സിൽ നിന്ന് പോവില്ല. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കാര്യങ്ങൾ ചെയ്തു കൂട്ടും. അതിനെയാണ് ഡെല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഈ രണ്ടെണ്ണമാണ് പോസിറ്റീവ് സിംറ്റംസ്. ഒരു നോർമൽ വ്യക്തിയെക്കാളും കൂടുതലായിട്ട് കാര്യങ്ങൾ കാണാനും കേൾക്കാനും അതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു.
നോർമലായിട്ടുള്ള ഒരു വ്യക്തിയെക്കാളും കൂടുതൽ കാര്യങ്ങൾ, എക്സ്ട്രാ കാര്യങ്ങളാണത്. അപ്പോൾ എന്താണ്, അത് പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയും. ദെൻ നെഗറ്റീവ് സിംറ്റംസിലേക്ക് നോക്കുമ്പോൾ അവിടെ കുറച്ച് അധികം ടൈപ്സ് ഉണ്ട്. അവോലീഷൻ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ കുറവ്, ഒരു കാര്യവും ചെയ്യാൻ തോന്നുന്നില്ല. ദെൻ രണ്ടാമത്തേതാണ് അൻഹെഡോണിയ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊന്നിനും ഒരു സന്തോഷം കിട്ടുന്നില്ല. ദെൻ അലോജിയ, നമ്മൾക്ക് അധികം സംസാരത്തിൽ കുറച്ച് കുറവ്. അതുപോലെ അസോഷ്യാലിറ്റി, മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആളുകളിൽ നിന്ന് വിട്ട് നിൽക്കുക. ദെൻ ഫ്ലാറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരേ വികാരം, എന്തു പറയുമ്പോഴും ഒരേ വികാരം കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കരച്ചിൽ വന്നാൽ കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടല്ലേ സംസാരിക്കുക. പക്ഷേ ഫ്ലാറ്റ് എഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഗതി പറയുമ്പോഴും ഒരേ വികാരമായിരിക്കും ഇവർ കാണിക്കുന്നുണ്ടാവുക. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ഈ സിംറ്റംസൊക്കെ. ഓക്കെ. ദെൻ മൂന്നാമത്തേതാണ് ഡിസോർഗനൈസ്ഡ് സിംറ്റംസ്. സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാത്ത രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. ചിലപ്പോൾ സംസാരത്തിലാവാം, വികാരങ്ങളിലാവാം, അതല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലാവാം. ഒരു കണക്ഷൻ ഇല്ലാത്ത, ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഒക്കെ കാണിക്കുന്നതിനെയാണ് ഡിസോർഗനൈസ്ഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. അതിൽ ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, ഡിസോർഗനൈസ്ഡ് അഫക്റ്റ്, ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ, ഇങ്ങനെ 3 ടൈപ്സാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും മൂന്ന് രീതിയിലാണ് ഈ സിംറ്റംസ് ഉള്ളത് ഒരു സ്കിസോഫ്രീനിക് ആയിട്ടുള്ള വ്യക്തിയിൽ. പോസിറ്റീവ് സിംറ്റംസ്, നെഗറ്റീവ് സിംറ്റംസ്, ഡിസോർഗനൈസ്ഡ് സിംറ്റംസ്. അപ്പോൾ ഈ ഓരോ സിംറ്റംസും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ പോസിറ്റീവ് സിംറ്റംസ് ആണ്. അതിൽ വരുന്ന 2 കാര്യങ്ങളാണ് ഡെല്യൂഷനും ഹാലൂസിനേഷൻസും. അപ്പോൾ ഫസ്റ്റ് ഡെല്യൂഷൻസ് എന്താണ്? ഡെല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സ്ട്രോങ് അൺഷേക്കബിൾ ആയിട്ടുള്ള ബിലീഫ്സാണ്, തെറ്റായ വിശ്വാസങ്ങൾ. അപ്പോൾ ആ ഒരു തെറ്റായ വിശ്വാസങ്ങൾ പല തരത്തിലുണ്ടാവാം. ഡെല്യൂഷൻസ് പല ടൈപ്സ് ഉണ്ട്. അതിലൊരു 5 ടൈപ്പാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ പേഴ്സിക്യൂട്ടറി ഡെല്യൂഷൻസ്. പേഴ്സിക്യൂട്ടറി ഡെല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്നെ ഒരാൾ ദ്രോഹിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ നശിപ്പിക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്, ഈ രീതിയിലുള്ള തെറ്റായ വിശ്വാസങ്ങളെയാണ് പേഴ്സിക്യൂട്ടറി ഡെല്യൂഷൻസ് എന്ന് പറയുന്നത്. ചില വ്യക്തികൾ കാണാം, എൻ്റെ ആഹാരത്തിൽ വീട്ടുകാർ വിഷം കലർത്തി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആഹാരമൊന്നും കഴിക്കുന്നില്ല, വീട്ടിലെ ആഹാരം ഞാൻ കഴിക്കില്ല, ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും. അതാണ് പേഴ്സിക്യൂട്ടറി ഡെല്യൂഷൻ. അത് ഏതൊരു രീതിയിലും ആവാം. തെറ്റായിട്ടുള്ള, മറ്റുള്ളവരെന്നെ ഉപദ്രവിക്കും, അവരെന്നെ കൊല്ലാൻ ശ്രമിക്കും, അവരെനിക്കെതിരായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു, ഇങ്ങനെയുള്ള സംശയങ്ങളാണ് ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പെരുമാറ്റങ്ങളും കാണിക്കും. ദെൻ രണ്ടാമത്തേതാണ് കൺട്രോൾ ഡെല്യൂഷൻസ്. കൺട്രോൾ ഡെല്യൂഷൻസ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എൻ്റെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ഈ രീതിയിലുള്ള ഡെല്യൂഷൻസാണ് കൺട്രോൾ ഡെല്യൂഷൻസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഗ്രാൻഡിയോസ് ഡെല്യൂഷൻ. ഗ്രാൻഡിയോസ് ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് പ്രത്യേകമായിട്ട് കുറേ കഴിവുകളുണ്ട്, അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഡിവൈനായിട്ടുള്ള കുറേ കഴിവുകളുണ്ട്, അമിതമായിട്ടുള്ള ആ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടാവും. എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും, എനിക്ക് അതുപോലെ അത്തരത്തിലുള്ള പല ഗുണങ്ങളും പല കഴിവുകളും ഉള്ളതുകൊണ്ട് തന്നെ ഞാനാണ് വലിയ ആൾ, ആ ഒരു രീതിയിലൊരു സ്വയം മതിപ്പ് ഇവർ കാണിക്കും. ഇപ്പോൾ ആ ഒരു അസാധാരണ കഴിവുണ്ട്, എന്നെപ്പോലെ അറിവും വിവരമുള്ള വേറൊരു വ്യക്തിയേ ഇല്ല, ഈ രീതിയിലൊക്കെ ആവും. ചിലപ്പോൾ ഞാനാണ് പ്രധാനമന്ത്രി, അല്ലെങ്കിൽ എനിക്ക് പറക്കാൻ കഴിയും, ഞാൻ അത്രയും കോടീശ്വരനാണ്, ഈ രീതിയിലൊക്കെയുള്ള ഡെല്യൂഷൻസിനെയാണ് നമ്മൾ ഗ്രാൻഡിയോസ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നാലാമത്തതാണ് സൊമാറ്റിക് ഡെല്യൂഷൻസ്. സൊമാറ്റിക് എന്ന് പറയുമ്പോൾ സോമ എന്ന് വെച്ചാൽ ബോഡി അല്ലെങ്കിൽ ശരീരം എന്നാണ് അർത്ഥം. അപ്പോൾ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെല്യൂഷൻസ്, അത് ചിലപ്പോൾ എൻ്റെ ഒരു കൈക്ക് കുറച്ച് നീളം കൂടുതലാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു കാലിന് കുറച്ച് നീളം കുറവാണ്, എൻ്റെ ഒരു കണ്ണ് വളരെ ചെറുതാണ്, ഈ രീതിയിലുള്ള ഡെല്യൂഷൻസാണ് സൊമാറ്റിക് ഡെല്യൂഷൻ. അതായത് എനിക്കൊരു മേജർ മെഡിക്കൽ ഡിഫക്റ്റ് ഉണ്ട്,
എന്നവരങ്ങ് വിശ്വസിക്കും. പക്ഷേ ഡോക്ടർ പറഞ്ഞാലോ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞാലോ അത് നേരിട്ട് കാണുന്നുണ്ടെങ്കിലോ ഒന്നും അത്തരം എവിഡൻസ് ഒന്നും അവരുടെ ആ ഒരു വിശ്വാസത്തെ ബാധിക്കില്ല. അവർ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു, എൻ്റെ കൈക്ക് ഇത്രയും നീളം കൂടുതലുണ്ട്, ഇങ്ങനെ പറയുമ്പോൾ എന്തൊക്കെ ചെക്കപ്പ് നടത്തിയിട്ട് എന്തൊക്കെ എവിഡൻസ് കൊടുത്താലും അവർ ആ ഒരു വിശ്വാസം മാറൂല. എനിക്കിങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോയിക്കൊണ്ടിരിക്കും. അതിനെയാണ് സൊമാറ്റിക് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഐഡിയാസ് ഓഫ് റെഫറൻസ്. ഐഡിയാസ് ഓഫ് റെഫറൻസിൽ ഞാനാണ് ഈ ഒരു ഭൂമിയുടെ സെൻറ്റർ, എനിക്ക് ചുറ്റുമാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ എല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ടി വിയിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുകയാണെങ്കിലും അവർ പറയും അത് എനിക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. ടി വിയിലൊരു ന്യൂസ് കാണുമ്പോൾ അത് എന്നോടാണ് പറയുന്നത്, എന്നെക്കുറിച്ചാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഈ ഒരു രീതിയിലുള്ള ഡെല്യൂഷൻസിനെയാണ് ഐഡിയാസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ടൈപ്സാണ് ഡെല്യൂഷൻസിൻ്റെ അണ്ടറിലുള്ളത്. പിന്നെ അതൊരു പോസിറ്റീവ് സിംറ്റമാണ് ഈ ഡെല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഹാലൂസിനേഷൻസ്, രണ്ടാമത്തെ ടൈപ്പാണ് ഹാലൂസിനേഷൻസ്. ഡെല്യൂഷൻസ് കഴിഞ്ഞാൽ ഹാലൂസിനേഷൻസ് ഉണ്ടാവും. ഹാലൂസിനേഷനിൽ പല ടൈപ്പ് ഓഫ് ഹാലൂസിനേഷൻ ഉണ്ട്. ഹാലൂസിനേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പല കാര്യങ്ങളും സെൻസ് ചെയ്യാൻ പറ്റുക, ഇല്ലാത്ത കാര്യങ്ങൾ, യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്ത സൗണ്ടുകൾ നമ്മൾ കേൾക്കുക. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ സംസാരിക്കുന്നു, അത് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ആരോ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ടിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ കമാൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വേറെ ആർക്കും കാണാനോ വേറെ ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് മാത്രം അത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഇവർ തോന്നലല്ല, അത് ശരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടാണ് അവർ പറയുക. ഓക്കെ, പിന്നെ അവരുടെ ഉള്ളിൽ നിന്ന് സ്വയം ഉപദ്രവിക്കാൻ ആരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാനത് കേൾക്കുന്നു. അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുക. ദെൻ വിഷ്വൽ ഹാലൂസിനേഷൻ. വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കാണുകയാണ് ചെയ്യുക, ഇല്ലാത്തൊരാളെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത ഒരാളെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുക എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അതിനെ വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറയും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാളിരുന്ന് സംസാരിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താണ്, ഇയാളെ കണ്ടോ, ഇതെൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ കുറേ കാലമായിട്ട് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്, ഈ രീതിയിൽ ഞാൻ പറയുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്കത് കാണാനോ അല്ലെങ്കിൽ അയാളെ കേൾക്കാനോ പറ്റുന്നില്ല. എനിക്ക് റിയലായ രീതിയിൽ റിയലി ഇയാൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മാത്രമേ അത് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അതെനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് ഇയാളെ കാണാൻ പറ്റുന്നില്ല, ഇയാൾ റിയൽ അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്കിസോഫ്രീനിക് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ ഈ ഒരു വിഷ്വൽ ഹാലൂസിനേഷൻ ഉണ്ടാവും. ദെൻ തേർഡ് വൺ ആണ് ഓൾഫാക്ടറി ഹാലൂസിനേഷൻ. ഓൾഫാക്ടറി എന്ന് വെച്ചാൽ സ്മെല്ല് ചെയ്യുക. ആർക്കും സ്മെല്ല് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ബ്ലഡിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫ്ലവറിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്, ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ വേറൊരാൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ ഓൾഫാക്ടറി ഹാലൂസിനേഷൻ എന്ന് പറയും. ദെൻ ടാക്ടൈൽ ഹാലൂസിനേഷൻ. ടാക്ടൈൽ ഹാലൂസിനേഷൻ എന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ളവരുടെ ടച്ച് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആർക്കും അത് കാണാനോ കേൾക്കാനോ ടച്ച് സെൻസ് ചെയ്യാനോ പറ്റുന്നില്ല, പക്ഷേ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് എന്നെ തൊടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഒരാൾ എൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കുന്നുണ്ട്. രാത്രികളിലൊക്കെ എന്നെ കൊല്ലാൻ ഒരാൾ വന്നിട്ട് എൻ്റെ കഴുത്തിൽ പിടിച്ച് ഇറുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പറയുന്നു, ആ ടച്ച് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ കാണുന്നൊന്നുമില്ല, കേൾക്കുന്നുമില്ല. ഈ ടച്ച് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് ടാക്ടൈൽ ഹാലൂസിനേഷനാണ്. പിന്നെ ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻ. ജസ്റ്റേറ്ററി എന്ന് വെച്ചാൽ നമുക്ക് ടേസ്റ്റ് സെൻസ് ചെയ്യാൻ പറ്റാം. ഇപ്പോൾ എല്ലാവരും കുറച്ച് പായസം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സ്വീറ്റായിട്ടാണ് തോന്നുന്നത്, പക്ഷേ എനിക്കിത് കഴിക്കുന്നുണ്ട്, ഇതിന് കയ്പ്പാണ് ഇതിൻ്റെ ടേസ്റ്റ്, അല്ലെങ്കിൽ ഇതിന് സോൾട്ടി ടേസ്റ്റാണ്, ഇങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ അതിനെയാണ് ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. റിയൽ അല്ലാത്തൊരു ടേസ്റ്റ് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കാണുക, കേൾക്കുക, ടച്ച് ചെയ്യുക, സ്മെല്ല് ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക, ഇതിനൊക്കെയാണ് ഹാലൂസിനേഷൻസ് എന്ന് പറയുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഡെല്യൂഷനും ഹാലൂസിനേഷൻസും പോസിറ്റീവ് സിംറ്റംസ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ നെഗറ്റീവ് സിംറ്റംസ്. നെഗറ്റീവ് സിംറ്റംസ് എന്ന് വെച്ചാൽ ലോസ് ഓഫ് നോർമൽ ഫങ്ഷനിങ് ആണ്. ഒരു നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക് ഉള്ളതിനേക്കാളും കുറച്ച് കാര്യങ്ങളിൽ ഡെഫിസിറ്റ്സ്, കുറച്ച് കാര്യങ്ങളിൽ കുറവുകൾ വരുന്നതിനെയാണ് നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. അതിലൊന്നാമത്തേതാണ് അലോജിയ. അലോജിയ എന്ന് വെച്ചാൽ സ്പീച്ച് റെഡ്യൂസ്ഡ് ആവുക. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. എനിക്ക് ഒന്നും പറയാനില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു തോട്ട് ഫോം ചെയ്യുന്നില്ല. ഞാൻ ചിന്തിച്ചാലല്ലേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ആ ഒരു തോട്ട് ഉണ്ടാവുന്നതിൽ, ഫോം ചെയ്യുന്നതിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ആൻഡ് എനിക്ക് ആ ഒരു സംസാരം വളരെ കുറവാണ്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ അതിനെ അലോജിയ എന്ന് പറയും. അതുപോലെ അൻഹെഡോണിയ കാണാം സ്കിസോഫ്രീനിക് ആയിട്ടുള്ളവരിൽ. അൻഹെഡോണിയ എന്ന് വെച്ചാൽ അവർക്ക് സന്തോഷം തന്നിരുന്ന കാര്യങ്ങളൊന്നും അവർക്ക് പ്ലഷർ കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് നോർമലി നമ്മൾക്കൊരാൾ ഗിഫ്റ്റ് തന്നാൽ നമുക്ക് സന്തോഷമാണ്. പക്ഷേ എന്തൊക്കെ കിട്ടിയാലും അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല സ്കിസോഫ്രീനിക് ആയിട്ടുള്ള വ്യക്തികൾക്ക്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സിംറ്റംസിനെയാണ് അൻഹെഡോണിയ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എവോല്യൂഷൻ. എവോല്യൂഷൻ എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആൻഡ് സെൽഫ് കെയർ. ഒരു കാര്യത്തിനും ഒരു മോട്ടിവേഷൻ ഇല്ല. നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു മോട്ടിവേഷൻ വേണം. അതല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് സ്കിസോഫ്രീനിക് ആയിട്ടുള്ള വ്യക്തികളിൽ എവോല്യൂഷൻ ഉണ്ടെങ്കിൽ, അതായത് എവോല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ തോന്നുന്നില്ല, ഒന്നിനും കൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, സ്വയം കുളിക്കാനോ നനയ്ക്കാനോ പോലും തോന്നുന്നില്ല, പല്ല് തേക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ആ ഒരു സെൽഫ് കെയർ പോലും അവർക്ക് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് എവോല്യൂഷൻ. ദെൻ ഫ്ലാറ്റ് അഫക്റ്റ്. ഫ്ലാറ്റ് അഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷണൽ എക്സ്പ്രഷനൊക്കെ വളരെ കുറവായിരിക്കും. ഒരേ രീതിയിൽ എപ്പോഴും ഒരേ വികാരത്തിലിരിക്കുക, ഒരേ ടോണിൽ സംസാരിക്കുക. നമുക്ക് ഒരാളുടെ സംസാരത്തിൽ നിന്ന് അയാൾക്ക് സന്തോഷമാണോ, സങ്കടമാണോ, അല്ലെങ്കിൽ ദേഷ്യമാണോ, ഇതൊക്കെ ഒരാളുടെ ടോണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സ്കിസോഫ്രീനിക് ആയിട്ടുള്ള വ്യക്തിയിൽ ചിലപ്പോൾ ഫ്ലാറ്റ് അഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ സംസാരത്തിൽ നിന്നോ അല്ലെങ്കിൽ അയാളുടെ വികാരത്തിൽ നിന്നോ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ നിന്നോ നമുക്ക് അയാളുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അയാളുടെ വികാരം മനസ്സിലാക്കാൻ പറ്റില്ല. എപ്പോഴും ഒരേ ഒരു മോണോട്ടോൺ സ്പീച്ച് ആയിരിക്കും. എന്ത് പറയുമ്പോഴും ഒരേ രീതിയിൽ, അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും ഒരു വികാരവും ഇല്ലാത്ത രീതിയിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഒരേ വികാരത്തിൽ എപ്പോഴും ഇരിക്കുക. അതിനെയാണ് ഫ്ലാറ്റ് അഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ വിത്ഡ്രോവൽ. സോഷ്യൽ വിത്ഡ്രോവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ടേം പറഞ്ഞു, അസോഷ്യാലിറ്റി. അവിടെ ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും. സോഷ്യലി മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആളുകളെ അവോയ്ഡ് ചെയ്യുക, ഒരു ഐസൊലേറ്റഡ് ഫീൽ എപ്പോഴും അവർക്ക് ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അവിടെ ഒന്നും പോവില്ല, ആളുകളുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക, ഇതൊന്നും ഇവരിൽ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സിംറ്റമാണ് അസോഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഡിസോർഗനൈസ്ഡ് സിംറ്റംസ്. മൂന്നാമത്തെ ടൈപ്പാണ് ഡിസോർഗനൈസ്ഡ് സിംറ്റംസ്. അതിൽ ഫസ്റ്റ് വൺ ഡിസോർഗനൈസ്ഡ് സ്പീച്ച്. സംസാരത്തിലുള്ള ഒരു ഡിസോർഗനൈസേഷൻ, ഒരു ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിക്കുക. അതിൽ ഒന്നാമത്തേത് ഡീറെയിൽമെൻറ്റ് അല്ലെങ്കിൽ ലൂസ് അസോസിയേഷൻ എന്ന് പറയും. ആ ഒരു പേര് പോലെ തന്നെ ഡീറെയിൽമെൻറ്റ്, പാളം തെറ്റിയ രീതിയിൽ സംസാരിക്കുക. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഒരു ഫ്ലൈറ്റ് ഓഫ് തോട്ട് വന്നിട്ട് ഇവരിങ്ങനെ പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നു. നമുക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല. ഇവരെന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നും. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, അല്ലെങ്കിൽ പറയുന്ന അവർക്ക് തന്നെ അറിയില്ല അവരെന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ആ രീതിയിൽ ഒരു പാളം തെറ്റിയ രീതിയിലുള്ള സംസാരം, ഒരു അസോസിയേഷൻ ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ചോദിച്ചതെന്തോ പറയുന്നതെന്തോ എന്നുള്ള രീതിയിലാവും.
പിന്നെ നിയോളജിസം എന്ന് വെച്ചാൽ പുതിയ വാക്കുകൾ ഉണ്ടാക്കി സംസാരിക്കുക, മറ്റുള്ളവർക്ക് അർത്ഥം മനസ്സിലാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയില്ല ഇവരെന്താ പറയുന്നതെന്ന്. അങ്ങനെ ആ ഒരു എന്തൊക്കെയോ അക്ഷരങ്ങൾ കൂട്ടി വെച്ച് പുതിയ വാക്കുകൾ ഉണ്ടാക്കി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനെയാണ് നിയോളജിസം എന്ന് പറയുന്നത്. ദെൻ ടാൻജൻഷ്യൽ സ്പീച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഡീറെയിൽമെൻറ്റ് പോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒരു ടോപ്പിക്കിൽ തുടങ്ങിയിട്ട് ഇവരിങ്ങനെ പറഞ്ഞ് ആ ഒരു ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാതെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് എവിടെയോ എത്തുന്നതിനെയാണ് ടാൻജൻഷ്യൽ സ്പീച്ച് എന്ന് പറയുന്നത്. അവരുടെ സംസാരം കയ്യിൽ നിന്ന് പോവുക, ആ ഒരു ടോപ്പിക്കിനെ ചുറ്റിപ്പറ്റി അല്ലാതെ അത് പറഞ്ഞ് വേറൊരു ടോപ്പിക്കിലെത്തി, അത് മാറി വേറൊന്നിലെത്തി, അങ്ങനെ പോകുന്നതിനെയാണ് ടാൻജൻഷ്യൽ സ്പീച്ച് എന്ന് പറയുക. നേരെ മറിച്ച് അത് സർക്കംസ്റ്റൻഷ്യാലിറ്റി ആവുന്ന സമയത്ത്, സർക്കംസ്റ്റൻഷ്യൽ സ്പീച്ച് ആവുമ്പോൾ ഒരു ടോപ്പിക്കിൽ പറഞ്ഞു തുടങ്ങി വേറെ എവിടേക്കോ പോയി നേരെ തിരിച്ച് ഈ ഒരു ടോപ്പിക്കിൽ വരാനുള്ള കഴിവുണ്ടാവും. എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു പറഞ്ഞ കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ പല ടോപ്പിക്കിലേക്കും പോകുന്നുണ്ടാവും. പക്ഷേ അത് എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു എന്താണോ പറഞ്ഞു തുടങ്ങിയത്, എന്താണോ പറയാനുള്ളത്, ആ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിലൊക്കെ തന്നെ ചുറ്റിപ്പറ്റി എത്തും. അതിനെ നമ്മൾ സർക്കംസ്റ്റൻഷ്യാലിറ്റി എന്ന് പറയും. ദെൻ അതാണ് സ്പീച്ചിൽ വരുന്ന പ്രശ്നങ്ങൾ. ഒരു പരസ്പര ബന്ധമില്ലാതെ പാളം തെറ്റിയ രീതിയിൽ സംസാരിച്ചു പോവുക, അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങി വേറെ എവിടേക്കോ എത്തുക, പുതിയ വാക്കുകൾ ഉണ്ടാക്കി സംസാരിക്കുക. ചില ആൾക്കാർക്ക് പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ തിരിച്ചെത്താനുള്ളൊരു കഴിവുണ്ടാവും. അതിനെ സർക്കംസ്റ്റൻഷ്യാലിറ്റി എന്ന് പറയും. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ, ഡിസോർഗനൈസ്ഡ് സ്പീച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡിസോർഗനൈസ്ഡ് അഫക്റ്റിൽ വരുന്ന പ്രശ്നങ്ങൾ, നമ്മളെ വികാരത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. അതിൽ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമോഷണൽ റിയാക്ഷൻസ് കാണിക്കുക. നമ്മൾ മരണ വീട്ടിലൊക്കെ പോയാൽ എന്താ ചെയ്യുക? ഒരു വിഷമം കാണിച്ചുകൊണ്ട് നിൽക്കും അല്ലേ? എവിടെ പോയാലും എവിടെയായിരുന്നാലും നമ്മളെ മുന്നിൽ ഒരാൾ കരയുന്നതൊക്കെ കണ്ടാൽ നമ്മളത് ആ ഒരു വിഷമത്തോടു കൂടിയായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ നമുക്ക് കാണിക്കാൻ അറിയാം. പക്ഷേ സ്കിസോഫ്രീനിക് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു എന്ത് വികാരം കാണിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ മരിച്ച വീട്ടിൽ പോയിട്ട് അവർ ചിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരാൾ കരയുമ്പോൾ അവർ ചിരിക്കുന്നുണ്ടാവും, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അവർ കൂടിച്ചേർന്ന് നിൽക്കുന്നുണ്ടാവില്ല. ആ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ വികാരങ്ങൾ കാണിക്കാൻ അവർക്ക് പറ്റില്ല. രണ്ടാമത്തത് നെഗ്ലക്റ്റ് ഓഫ് പേഴ്സണൽ ഹൈജീൻ. ഒരു കുളിക്കുക, നനയ്ക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് തോന്നുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഒരു വൃത്തിയും മെനയും ഇല്ലാതെ നടക്കുക. അതുപോലെ അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള മൂഡ് ഷിഫ്റ്റ് ഉണ്ടാവും. പെട്ടെന്ന് വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ദേഷ്യമായിരിക്കും, അത് കഴിഞ്ഞ് ചിലപ്പോൾ സങ്കടമായിരിക്കും. ഇങ്ങനെ അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളോട് ഇടപഴകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വയലൻ്റ് ആവുന്നുണ്ടാവും, പെട്ടെന്ന് കരയുന്നുണ്ടാവും. ഇങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള മൂഡ് ഷിഫ്റ്റ് ഇവരിൽ കാണാം. ഒരു കൺട്രോൾ ഉണ്ടാവില്ല. അവർക്ക് തന്നെ അവരുടെ ഇമോഷൻസിലൊരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലാവും പോകുന്നുണ്ടാവുക. മൂന്നാമത്തതാണ് ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ. അപ്പോൾ ഡിസോർഗനൈസ്ഡ് സ്പീച്ച് കഴിഞ്ഞു, അഫക്റ്റ് കഴിഞ്ഞു, മൂന്നാമത്തത് ബിഹേവിയറിലേക്ക് വരുന്ന സമയത്ത് ഒരു പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഇവർ കാണിക്കും എന്നുള്ളതാണ്. അതിൽ ഒരു എക്സാമ്പിളാണ് കാറ്ററ്റോണിക് സ്റ്റ്യൂപ്പർ. കാറ്ററ്റോണിക് സ്റ്റ്യൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരേ പോസ്ചർ കുറേ സമയത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ മണിക്കൂറുകളോളം അവർ ആ ഒരു PPTയിൽ ഞാൻ ഒരു പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കാണുന്ന പോലെ കുറേ സമയത്തേക്ക് അവർ ഒരൊറ്റ ആക്ഷൻ കാണിച്ചാൽ അത് അങ്ങനെ തന്നെ നിൽക്കുക. വേറൊരു വ്യക്തി വന്നിട്ട് അവരെ തോണ്ടി വിളിച്ചാൽ പോലും ചിലപ്പോൾ അവർ എണീക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യുന്നുണ്ടാവില്ല. അവരവിടെ സ്റ്റക്കായി പോയ പോലെ, സ്റ്റാച്യു ആയി പോയ പോലെ അങ്ങനെ നിൽക്കും. അതിനെയാണ് കാറ്ററ്റോണിക് സ്റ്റ്യൂപ്പർ എന്ന് പറയുന്നത്. പിന്നെ എക്കോലാലിയ ഉള്ള ആളുകൾ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ കാര്യം തന്നെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. വേറൊരാൾ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്കൊരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വേർഡ് തന്നെ എപ്പോഴും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എക്കോപ്രാക്സിയ.
അത് ഈ വേർഡ് പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അവരൊരു സെൻറ്റൻസ് മറ്റുള്ളവരുടേത് കേട്ട് ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു ആക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അതിനെയാണ് എക്കോപ്രാക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസോർഗനൈസ്ഡ് ബിഹേവിയറിൽ കാറ്ററ്റോണിക് സ്റ്റ്യൂപ്പർ, എക്കോലാലിയ ആൻഡ് എക്കോപ്രാക്സിയ. അപ്പോൾ ഇത്രയുമാണ് ഈ 3 സിംറ്റംസാണ്, 3 ടൈപ്പ് ഓഫ് സിംറ്റംസ് ആണുള്ളത്. നെഗറ്റീവ് സിംറ്റം, പോസിറ്റീവ് സിംറ്റം, ഡിസോർഗനൈസ്ഡ് സിംറ്റംസ്. അത് 3ഉം നമ്മളിപ്പോൾ പറഞ്ഞു പോയി. ദെൻ അടുത്തതാണ് ഇതിന് നമ്മൾക്ക് എങ്ങനെ ആണ് രോഗനിർണയം നടത്താമെന്ന്. അത് നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മെൻ്റൽ ഡിസോർഡർ നമ്മളെപ്പോഴും കുറച്ച് മാനദണ്ഡങ്ങളുടെ ബേസിലാണ് നമ്മൾ ആ ഒരു ഡിസോർഡർ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുക. അത് DSM-5 പ്രകാരം കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ നോക്കിയിട്ടാണ് ഇത് സ്കിസോഫ്രീനിയ ആണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. അപ്പോൾ ഇതിൽ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഒരു 6 മാസത്തോളം കാണിക്കുകയാണെങ്കിലാണ് നമുക്ക് സ്കിസോഫ്രീനിയ ആണെന്ന് പറയാം. അതിൽ ഒന്നാമത്തെ ലക്ഷണമാണ് ഡെല്യൂഷൻ, രണ്ടാമത്തേത് ഹാലൂസിനേഷൻ, മൂന്നാമത്തേത് ഡിസോർഗനൈസ്ഡ് സിംറ്റംസ്. അപ്പോൾ ഇതിൽ പറയുമ്പോൾ ഈ പറയുന്ന 3 സിംറ്റംസിൽ ഇതാണ് മേജറായിട്ടുള്ള 3 സിംറ്റംസാണ് ഹാലൂസിനേഷൻ, ഡെല്യൂഷൻ, ഡിസോർഗനൈസ്ഡ് സിംറ്റംസ്. ഈ 3 എണ്ണത്തിലും ഏതെങ്കിലും ഒന്നെങ്കിലും 1 മാസത്തേക്കെങ്കിലും കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ലക്ഷണങ്ങളൊക്കെ 6 മാസത്തോളം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അതിനെ ഒരു സൈക്കോട്ടിക് ഡിസോർഡറായിട്ട് അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് 1 മാസത്തോളം ഒന്നെങ്കിൽ ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഡെല്യൂഷൻ, അതല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് സിംറ്റംസ്, ഇതിലേതെങ്കിലും ഒന്ന് കാണിച്ചിരിക്കണം. ബാക്കിയുള്ള മന്തിലൊക്കെ ചിലപ്പോൾ കാറ്ററ്റോണിക് ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു മ്യൂട്ടിസം, അസോഷ്യാലിറ്റി, ബാക്കിയുള്ള നെഗറ്റീവ് സിംറ്റംസ്, പിന്നെ അവരുടെ ഒരു കാര്യങ്ങളും നടക്കാതിരിക്കുക, സോഷ്യൽ ആൻഡ് ഒക്യുപ്പേഷണൽ ഫങ്ഷനിങ്ങിൽ പ്രശ്നം ഉണ്ടാവുക, അവരുടെ ജോലിയിൽ, അവരുടെ സമൂഹത്തിൽ, എല്ലാ കാര്യങ്ങളിലും, ഫ്രണ്ട്ഷിപ്പിൽ, ഫാമിലിയിലുള്ള റിലേഷൻഷിപ്പിൽ, ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. നെഗറ്റീവ് സിംറ്റംസ് നേരത്തെ പറഞ്ഞ പോലെ അവോല്യൂഷൻ, അസോഷ്യാലിറ്റി, അലോജിയ, ഇത്തരം സിംറ്റംസ് ഉണ്ടാവും. ഇത് എല്ലാ സിംറ്റംസും അവർ കാണിച്ചോളണം എന്നില്ല, പക്ഷേ ഇതിലേതെങ്കിലും സിംറ്റംസൊക്കെ ഒരു 6 മാസത്തോളം ഉണ്ടാവണം. ദെൻ വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ഡിഫക്റ്റ് ഉണ്ടായത് കൊണ്ടോ ആവരുത് ഈ ഒരു ഡിസോർഡറിൻ്റെ സിംറ്റംസ് കാണിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്കിസോഫ്രീനിയ ആയിട്ട് പറയില്ല. അപ്പോൾ ഈ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റേ മാജിക് മഷ്റൂം അല്ലെങ്കിൽ അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൂടിയ ഇനം വസ്തുക്കൾ, സബ്സ്റ്റൻസുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഫിലിമിലൊക്കെ പറയുന്ന പോലെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ് അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതായത് അത് കറക്റ്റ് ഹാലൂസിനേഷൻസ് ആണ്. സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് ഹാലൂസിനേഷനും ഡെല്യൂഷനും വരുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ അത് ആ ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ചത് കൊണ്ടാണെങ്കിൽ അതിനെ സ്കിസോഫ്രീനിയ ആണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ചില മെഡിക്കേഷൻസ്, ചില മരുന്നുകൾ, വേറെ തരത്തിലുള്ള ഡ്രഗ്സ്, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കിളിപോയ അവസ്ഥ ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ സ്കിസോഫ്രീനിയ ആയിട്ട് പറയില്ല. വേറെ എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചുറി കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് നടന്നിട്ട് അങ്ങനത്തെ ജനറൽ മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ടൊന്നും ആവരുത് ഈ ഒരു സിംറ്റംസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വേറെ ഡിസോർഡറിലേക്കാണ് പോവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ പറയാൻ പറ്റുക. അല്ലാതെ സ്കിസോഫ്രീനിയയുടെ സിംറ്റമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ലക്ഷണങ്ങളാണ് സ്കിസോഫ്രീനിയ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. ദെൻ ഈ ഒരു സിംറ്റംസൊക്കെ അറ്റ്ലീസ്റ്റ് 6 മന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്കിസോഫ്രീനിയ ആണെന്ന് പറയാനും പറ്റുള്ളൂ. പിന്നെ ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ. ഇപ്പോൾ ഈ ഒരു ടൈപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ഒരു അതിനത്രത്തോളം പ്രാധാന്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പിന്നെ പറയാം. ഈ ഒരു ടൈപ്സ് പറയുമ്പോൾ അതിൽ 4 ടൈപ്പാണുള്ളത്. പാരനോയിഡ് സ്കിസോഫ്രീനിയ, കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ,
അൺഡിഫറൻഷിയേറ്റഡ് സ്കിസോഫ്രീനിയ, റെസിജ്വൽ സ്കിസോഫ്രീനിയ. അപ്പോൾ ഇതിൽ പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും സംശയം. എൻ്റെ പാർട്ട്ണർ എന്നെ വഞ്ചിക്കുകയോ, അടുത്തുള്ള ആൾക്കാർ എന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ, എന്നെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടോ, ഇങ്ങനെ പലതരത്തിലുള്ള സംശയം. രണ്ടാളുകൾ തമ്മിൽ കൂടി നിന്ന് സംസാരിക്കുന്നത് കണ്ടാൽ പോലും അതെന്നെക്കുറിച്ചാണ് എന്നുള്ള സംശയവും ഹാലൂസിനേഷൻസും ഡെല്യൂഷൻസും കൂടെ ഉണ്ടെങ്കിൽ അതിനെ പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന് പറയും. ദെൻ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഒരേ പോസ്ചർ കുറേ സമയത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക. ആരൊക്കെ വന്ന് തട്ടി വിളിച്ചാലും അനങ്ങാതെ അതുപോലെ തന്നെ നിൽക്കുക. അത്തരം സിംറ്റംസ് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ എന്ന് പറയാം. പിന്നെ അൺഡിഫറൻഷിയേറ്റഡ് സ്കിസോഫ്രീനിയ. ഈ അൺഡിഫറൻഷിയേറ്റഡ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് എല്ലാ സിംറ്റംസിൻ്റെയും, എല്ലാ സ്കിസോഫ്രീനിയൻ്റെ എല്ലാ ടൈപ്പിൻ്റെയും ഒരു മിക്സ്ഡ് സിംറ്റംസ് ഇവരിലുണ്ടാവും. ഒരു വ്യക്തിയിൽ തന്നെ ചിലപ്പോൾ ഒരു മാസത്തോളം പാരനോയിഡിൻ്റെ സിംറ്റംസ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കാറ്ററ്റോണിയ ആവുന്നുണ്ടാവും. അപ്പോൾ എന്താണ്, ഈ ഡയഗ്നോസിസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട വരും. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒന്നിൻ്റെ മാത്രം സിംറ്റം അല്ല, ബാക്കിയുള്ളതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ അവരിൽ കാണുന്നുണ്ട് ഒരു വ്യക്തിയിൽ തന്നെ. അപ്പോൾ പിന്നെ അതിനെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇന്ന സ്കിസോഫ്രീനിയ ആണെന്ന്. അതുകൊണ്ടാണ് അതിനെ അൺഡിഫറൻഷിയേറ്റഡ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. പിന്നെ റെസിജ്വൽ സ്കിസോഫ്രീനിയ. റെസിജ്വൽ ആവുന്ന സമയത്ത് ഒരു സ്കിസോഫ്രീനിയൻ്റെ ഒരു എപ്പിസോഡ് കാണിക്കും. ദെൻ അതിൻ്റെ സിംറ്റംസ് ഒന്നും കാണാതെ ചിലപ്പോൾ മൈൽഡായിട്ടുള്ള രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നതിനെയാണ് റെസിജ്വൽ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്കിസോഫ്രീനിയേൻ്റെ ഒരു എപ്പിസോഡ് കാണിക്കുകയും പിന്നെ അത് അവരിൽ ഇല്ലാത്ത രീതിയിലാവുകയും ചെയ്യും. മൊത്തത്തിൽ ഈ ഒരു ഹാലൂസിനേഷൻ, ഡെല്യൂഷൻ അല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ഇതൊക്കെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറി അവരൊരു നോർമൽ വ്യക്തിയെ പോലെ ആവുകയും ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ റെസിജ്വൽ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കോസൽ ഫാക്ടേഴ്സാണ്, എന്തൊക്കെ ലക്ഷണങ്ങൾ കാരണമാണ് സ്കിസോഫ്രീനിയ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ ബയോളജിക്കൽ സിംറ്റംസ് പറയുന്ന സമയത്ത് ഒന്നാമത്തേത് നമുക്ക് ജനറ്റിക് ഇൻഫ്ലുവൻസ് തന്നെയാണ്. അതായത് സ്കിസോഫ്രീനിയയെ നോക്കുന്ന സമയത്ത് ഒരു 80% ഹെറിറ്റബിലിറ്റിയാണ്, ജനിതകപരമായിട്ട് ജീനിലൂടെ പകർന്ന് കിട്ടുന്നത്. നമ്മളുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന്, അതായത് എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ, അമ്മ, അതുപോലെ എൻ്റെ സഹോദരങ്ങൾ, ഇവർക്കാർക്കെങ്കിലും സ്കിസോഫ്രീനിയ ഉണ്ടെങ്കിൽ എനിക്കും സ്കിസോഫ്രീനിയ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എനിക്കും ആ ജീനുണ്ട്, അപ്പോൾ എനിക്കും വരാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് ജനറ്റിക് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ദെൻ വേറെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ പ്രീനേറ്റൽ എക്സ്പോഷറാണ്. ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ സ്ത്രീകളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നു. ആ ഒരു ഇൻഫെക്ഷൻസിനോടുള്ള എക്സ്പോഷർ കാരണം കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക, കുട്ടി പിന്നീട് സ്കിസോഫ്രീനിക് ആയിട്ട് മാറാം. അതുപോലെ RH ഇൻകോമ്പാറ്റിബിലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അമ്മയ്ക്ക് O നെഗറ്റീവ് ബ്ലഡും അതുപോലെ കുട്ടി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അമ്മയുടെ ബോഡി കുട്ടിയുടെ റെഡ് ബ്ലഡ് സെൽസിനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാവും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതും കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും, സ്കിസോഫ്രീനിയയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ആവശ്യത്തിന് പോഷകങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ബർത്തിൻ്റെ സമയത്ത് ഉണ്ടാവാം. ബർത്ത് ഡിലേ ആവാം, അല്ലെങ്കിൽ പൊക്കിൾ കൊടി കഴുത്തിൽ ചുറ്റുക, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ഒരു മെയിൻ ഫാക്ടറാണ്. ന്യൂറോ അനാട്ടമിക്കൽ ആൻഡ് ന്യൂറോ കെമിക്കൽ ഫാക്ടേഴ്സ്, ബ്രെയിനിൻ്റെ സ്ട്രക്ചറും അതുപോലെ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇതിലുമൊക്കെ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, എവിടെയൊക്കെ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അപ്പോൾ അത് കാരണവും സ്കിസോഫ്രീനിയ വരാം.
അപ്പോൾ ഇത്രയുമാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തത് സൈക്കോ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും സോഷ്യൽ ഫാക്ടേഴ്സും കൾച്ചറൽ ഫാക്ടേഴ്സും ഒക്കെ കാരണം സ്കിസോഫ്രീനിയ വരാം. അതിൽ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളാണ്, PPTയിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഈ ചൈൽഡ്ഹുഡ് ട്രോമ. കുട്ടികൾ എന്തെങ്കിലും സെക്ഷൽ അബ്യൂസ് അനുഭവിച്ചിട്ടുണ്ട്, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കിസോഫ്രീനിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അവരുടെ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഫാമിലിയിലുള്ള ആളുകളോടുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വേറെ പല സമൂഹത്തിലെ ആൾക്കാരുമായിട്ടുള്ള റിലേഷൻ, ഇതിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ കാരണം, ഇങ്ങനെ ബന്ധങ്ങളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം അത് സ്കിസോഫ്രീനിയയിലേക്ക് ലീഡ് ചെയ്യാം. പിന്നെ അർബൻ ലിവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്ട്രെസ്സ് നമ്മളെക്കാളും ഭയങ്കര കൂടുതലാണെന്ന് പറയാറുണ്ട്. അതായത് നാട്ടിൽ റൂറൽ ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാരെക്കാളും അർബൻ ഏരിയാസിലുള്ളവർക്ക് സ്ട്രെസ്സ് കൂടുതലായിരിക്കും. അപ്പോൾ അതും സ്കിസോഫ്രീനിയയ്ക്കൊരു കാരണമാണ്. അവരുടെ ജീനിനെ അത് ട്രിഗർ ചെയ്യും. അത്രയും സ്ട്രെസ്ഫുള്ളായിട്ടുള്ള എൻവിറോൺമെൻറ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത് ഈ സ്കിസോഫ്രീനിയ ഉള്ള ആ ഒരു ജീനിനെ ട്രിഗർ ചെയ്യും. അത് സ്കിസോഫ്രീനിയയ്ക്ക് കാരണമാക്കും. അതുപോലെ തന്നെ ഇമിഗ്രേഷൻ, സ്വന്തം നാട്ടിൽ നിന്ന് മാറി വേറെ നാടുകളിലേക്ക് താമസം മാറ്റുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ചുറ്റുവട്ടങ്ങൾ മാറുന്നു, അവർക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളാവും ലൈഫ്. ഓക്കെ, അപ്പോൾ അതും ഒരു കാരണമാണ്. അതുപോലെ കനാബിസ് യൂസ്, നമ്മൾ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റ് പല ഡ്രഗ്സിനോടും അഡിക്റ്റ് ആവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറുപ്പക്കാരിൽ കാണുന്ന ഒരു കാര്യമാണ്, ഡ്രഗ്സ് യൂസ് ചെയ്യുക, അതിനോട് ഒരു അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ കനാബിസിലൊക്കെ ഉണ്ടാവുന്ന ഒരു മെയിൻ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. ഈ കെമിക്കൽ നമ്മൾ ഡോപ്പമിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡോപ്പമിൻ്റെ അളവ് ഭയങ്കര എക്സസീവായിട്ട് കൂടുന്നത് അവരിൽ ഹാലൂസിനേഷനും ഡെല്യൂഷനും ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫാക്ടേഴ്സ് പറയുന്നത്. അതേപോലെ തന്നെ ഭയങ്കര പോവേർട്ടി അല്ലെങ്കിൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ ഭയങ്കര ഹൈലി അത്രയും സ്ട്രെസ്ഫുള്ളായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു സ്കിസോഫ്രീനിയൊക്കെ വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. അപ്പോൾ ഡയാത്തസിസ് സ്ട്രെസ് മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. അത് പ്രകാരം നമ്മൾ ഈ ഒരു എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മാത്രം, അല്ലെങ്കിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ് മാത്രം, ഇത് മാത്രം കാരണം സ്കിസോഫ്രീനിയ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ജനറ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ട്. എൻ്റെ ഒരു പാരൻറ്റിന് സ്കിസോഫ്രീനിയ ഉണ്ടെങ്കിൽ എനിക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ ഉള്ളിൽ ആ ഒരു ജീനുണ്ട്. പക്ഷേ ഇവിടെ ഡയാത്തസിസ് സ്ട്രെസ് മോഡൽ പറയുന്നത് എനിക്ക് ജനറ്റിക്കലി ഇത് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഞാൻ വളരുന്നത് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള, ഭയങ്കര സേഫായിട്ടുള്ള, കംഫർട്ടബിളായിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് സ്കിസോഫ്രീനിയ വരാനുള്ള സാധ്യത, അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതിനെയാണ് ഡയാത്തസിസ് സ്ട്രെസ് മോഡൽ എന്ന് പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഇൻട്രാക്ഷൻ, ഈ ജനറ്റിക്സ് അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു ഇൻ്ററാക്ഷനിലൂടെ തന്നെയാണ് നമുക്ക് സ്കിസോഫ്രീനിയ ഉണ്ടാവുമോ ഉണ്ടാവില്ലേ എന്ന് തീരുമാനിക്കാൻ പറ്റുക. അപ്പോൾ ജനറ്റിക്കലി ഇത് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും നമുക്ക് ഉറപ്പായിട്ടും വരുമെന്ന് പറയാൻ പറ്റില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അത്രയും സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് സ്കിസോഫ്രീനിയ ഉറപ്പായിട്ടും വരുമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? സ്കിസോഫ്രീനിയ വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മളുടെ ഏതെങ്കിലും ഒരു പാരൻറ്റിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻറ്റിനൊക്കെ സ്കിസോഫ്രീനിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കും എന്തായാലും വരും, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിന് എന്തായാലും ഇത് വരും, അവർക്കും ഇതിൻ്റെ ലക്ഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അവർക്ക് അത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു എൻവിറോൺമെൻറ്റിൽ അവരെ വളരാൻ അനുവദിക്കുക. ഭയങ്കര സ്ട്രെസ്സ് കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥിതി ഭയങ്കര മോശമാവും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അവർ നോർമലായിട്ട് ജീവിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്,
സ്കിസോഫ്രീനിക് ആയിട്ടുള്ള വ്യക്തികൾക്ക് കൂടുതലായിട്ടും അവരുടെ ആ ഒരു സൈക്കോട്ടിക് സിംറ്റംസൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി സൈക്കോട്ടിക് മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട്. അതുപോലെ ECT ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇലക്ട്രോ കൺവൾസീവ് തെറപ്പി, ഷോക്ക് തെറപ്പി കൊടുക്കും. സെല്ലിലിടേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ സെല്ലിലിടും. ഇങ്ങനെയൊക്കെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ സൈക്കോ സോഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുക. ഇപ്പോൾ ഭയങ്കര ലൈഫ് സ്കിൽസ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവുള്ള ആൾക്കാരായിരിക്കും ഇവർ. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് കുറവ്, ആളുകളുമായിട്ട് പുറത്തു പോകുന്നത് കുറവ്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് കുറവ്, ഇതൊക്കെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു സോഷ്യൽ സ്കിൽ ട്രെയിനിങ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അസർട്ടീവ്നെസ്, സെൽഫ് കെയർ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അവരുടെ ഫാമിലിയെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റിഗ്മയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇല്ലാതാക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫാമിലിക്ക് എഡ്യൂക്കേറ്റ് ചെയ്യും, ഫാമിലിയെ എഡ്യൂക്കേറ്റ് ചെയ്യും. ദെൻ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ കൊടുക്കുക. ആളുകൾക്ക് സ്വയം പര്യാപ്തരാക്കുക എന്ന് പറയില്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഡെയിലി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതും അവർക്ക് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ ആ ഒരു വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നു. അത് പല റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളിലും കാണാം. അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സോപ്പ് നിർമ്മാണം അല്ലെങ്കിൽ മെഴുകുതിരി നിർമ്മാണം, വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, തയ്യൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ്ലി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വൊക്കേഷണൽ റീഹാബിലിറ്റേഷനിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്കിസോഫ്രീനിയയിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ സ്കിസോഫ്രീനിയ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ മേജറായിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പോസിറ്റീവ്, നെഗറ്റീവ്, ഡിസോർഗനൈസ്ഡ് സിംറ്റംസ്. പിന്നെ അതിനെ കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അതിൻ്റെ ക്രൈറ്റീരിയാസ് പറഞ്ഞു, ടൈപ്സ് പറഞ്ഞു, പിന്നെ കോസൽ ഫാക്ടേഴ്സും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വരെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കിസോഫ്രീനിയൊക്കെ നമുക്ക് ഫിലിമിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ജോൺ നാഷ് എന്ന് പറയുന്ന ഒരു റിയലായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയൽ സ്റ്റോറി ഒക്കെ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറയുന്ന ഒരു ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ജോൺ നാഷ് എങ്ങനെയാണ് സ്കിസോഫ്രീനിയുമായിട്ട് ജീവിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ ലൈഫ് നമുക്ക് ആ ഒരു സിനിമയിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിലൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അവർക്ക് അസുഖമാണ് അല്ലെങ്കിൽ ഇദ്ദേഹം സ്കിസോഫ്രീനിക് ആണ് എന്ന് അവരുടെ വൈഫ് അറിയുന്ന ഒരു സിറ്റുവേഷനൊക്കെ. അപ്പോഴാണ് വൈഫ് അറിയുന്നത് ഈ ജോൺ നാഷ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉള്ളതായിട്ട് സംസാരിക്കാറുണ്ട്. അദ്ദേഹം വർക്ക് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ അയാൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സമയം തൊട്ടേ അയാളുടെ കൂടെ എന്തിനും ഏതിനും കൂടെയുള്ള ഒരു ഫ്രണ്ടിനെ കുറിച്ച് വൈഫിൻ്റെ അടുത്ത് എപ്പോഴും പറയും. അപ്പോൾ ഡോക്ടർ ഈ വൈഫിനോട് ചോദിക്കും, ഈ ഫ്രണ്ടിനെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫോണിലെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല, അവർ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പോഴാണ് അവരറിയുന്നത്, ഈ ഡോക്ടർ പറയുന്നത് ആ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ജോൺ നാഷിൻ്റെ വെറും സങ്കല്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാലൂസിനേഷനാണത്. അദ്ദേഹത്തിന് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അപ്പോഴാണ് ഇവർ ഈ ഒരു രോഗത്തെക്കുറിച്ച് അറിയുന്നത്. അല്ലെങ്കിൽ നമുക്കതിൽ ഓരോ സിറ്റുവേഷൻസിലും ഓരോ ഇതിലും നമുക്ക് കാണാൻ പറ്റും ജോൺ നാഷിൻ്റെ ആ ഒരു സ്കിസോഫ്രീനിക് സിംറ്റംസ്. ആൻഡ് അതിൽ ആ വൈഫ് അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അവരെങ്ങനെ ആ ഒരു ലൈഫിൽ ഈ സ്കിസോഫ്രീനിയുമായിട്ട് ജീവിച്ചു പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്കിസോഫ്രീനിയയിൽ പറയാനുള്ളത്. താങ്ക് യു.